Hi guys, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ Huaweiയുടെ P സീരീസിൽപ്പെട്ട P40 Pro എന്ന് പറയുന്ന മോഡലിനെ കുറിച്ചാണ്. ഈ P സീരീസിൽ 3 ഫ്ലാഗ്ഷിപ്പ് ഫോണുകളാണ് വന്നിട്ടുള്ളത്. P40, P40 Pro, P40 Pro Plus എന്നിങ്ങനെ 3 ഫോണുകളാണ്. നിങ്ങൾക്കറിയാം ഈ P സീരീസ് ഫോണുകളൊക്കെ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ക്യാമറയിൽ തന്നെയാണ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള P30 Proയിലായാലും ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഈ ഫോണുകളിലൊക്കെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ക്യാമറയിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടി കാണാൻ പോകുന്നത് Huawei P30 Pro എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് നമ്മളെ Huawei P30 Pro. എൻ്റെ കയ്യിലുള്ള ഈ വേരിയൻ്റ് എന്ന് പറയുകയാണെങ്കിൽ 8GB റാമും 256GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ളതാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ള കളറ് സിൽവർ ഫോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളറാണ്. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ബാക്കിലെ ഒരു ഡിസൈൻ നോക്കാം. നല്ല മാറ്റ് ഫിനിഷോട് കൂടെയുള്ള ഒരു ഡിസൈനാണ് ബാക്കിൽ വന്നത്. Huawei ഇതുവരെയായിട്ടും ഇറക്കിയിട്ടുള്ള ഫോണുകളിൽ നിന്നൊക്കെ ഒരു ഡിഫറൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു ബാക്കിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ഇതേപോലുള്ളൊരു മാറ്റ് ഫിനിഷിലൊക്കെ വന്നിട്ടുള്ളത് ഐഫോണിലായിരുന്നു മുമ്പൊക്കെ. ബാക്കിൽ മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ നമ്മളെ ഫിംഗർ അവിടെ ടച്ച് ആവുന്ന സമയത്ത് തന്നെ നമ്മളെ ഫിംഗറിൻ്റെ ഒരു അടയാളം അവിടെ വരുന്നതല്ല. അധിക ഫോണിലുള്ളൊരു പ്രോബ്ലമാണ് ബാക്ക് സൈഡിലൊക്കെ ഫിംഗർ ടച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഫിംഗർ പ്രിൻറ്റിൻ്റെ അടയാളം അങ്ങനെ കാണുന്നത്. പക്ഷേ ഈ ഒരു ഫോണിൽ മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രോബ്ലം വരുന്നില്ല. ഇത് കൂടാതെ ബാക്ക് സൈഡിൽ നൽകിയിട്ടുള്ള ഒരു ക്യൂഡ് ക്യാമറ സെറ്റപ്പാണ്. അതുപോലെ തന്നെ P40 വരുന്നത് ട്രിപ്പിൾ ക്യാമറ ആണ്. P40 Pro Plusൽ വരുന്നത് പെറ്റ ക്യാമറ ആണ്. P40 Proയിൽ വരുന്ന ക്യാമറ അൾട്രാ വിഷൻ ലൈക്ക ക്യാമറ ആണ്. ഇത് വരുന്ന ഫസ്റ്റ് ക്യാമറ ആണ് 40 മെഗാ പിക്സലിൻ്റെ ഒരു f1.8 അപ്പേച്ചർ വാല്യൂ ഉള്ള ഒരു അൾട്രാ വൈഡ് സിനി ക്യാമറ ആണ്. ഇനി ഈ ഫോണിൽ വരുന്ന മെയിൻ ക്യാമറ ആണ് 50 മെഗാ പിക്സലിൻ്റെ ഒരു RYYB എന്ന് പറയുന്ന f1.9 അപ്പേച്ചർ വാല്യൂ ഉള്ള ഒരു ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസർ ഉള്ള ഒരു അൾട്രാ വിഷൻ വൈഡ് ആംഗിൾ ക്യാമറയാണ്. ഇനി ഇതിൽ വരുന്ന മൂന്നാമത്തെ ക്യാമറ 12 മെഗാ പിക്സലിൻ്റെ ഒരു RYYB f3.4 അപ്പേച്ചർ വാല്യൂ ഉള്ള ഒരു ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസറും ഉള്ള ഒരു പെരിസ്കോപ്പിൻ്റെ ഒരു 5x ഒപ്റ്റിക്കൽ ടെലിഫോട്ടോ ക്യാമറയാണ്. ഇനി ലാസ്റ്റ് ക്യാമറ ഒരു 3D TOFിൻ്റെ ഡെപ്ത് സെൻസർ ക്യാമറയുമാണ് വരുന്നത്. ഇനി ഈ RYYB എന്ന് പറയുന്നത് റെഡ് യെല്ലോ ബ്ലൂ എന്നാണ് ഈ കളർ കോഡിങ് വരുന്നത്. ഈ ലൈക്ക ക്യാമറയിൽ ഉപയോഗിക്കുന്നതാണ് ഈ RYYB സെൻസർ ടെക്നോളജിയിലെ ഈ സിസ്റ്റം. ഈ ലൈക്ക എന്ന് പറയുന്ന ഒരു ജർമ്മൻ കമ്പനിയാണ്. അവർ നിർമ്മിക്കുന്നതാണ് ഈ ക്യാമറ ലെൻസും അതുപോലെ തന്നെ ഈ ഒപ്റ്റിക്കൽ ഇക്വിപ്മെൻറ്റ്സ് ഐറ്റംസ് ഒക്കെ. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ആയിരിക്കും ക്യാമറ സെൻസറിനൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫ്ലാഷിപ്പ് ഫോണുകളിലൊക്കെ Huawei ഈ ലൈക്ക ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഇനി ഈ ഫോണിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ് 10x ഒപ്റ്റിക്കൽ സൂം. ഇതുവരെയായിട്ടും ഒരു ഫോണിലും 10x ഒപ്റ്റിക്കൽ സൂം വന്നിട്ടില്ല. നമുക്ക് വന്നിട്ടുള്ളത് 5x ഹൈബ്രിഡ് സൂം അതുപോലെ തന്നെ 20x ഡിജിറ്റൽ സൂം അങ്ങനെയൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സീരീസ് ഫോണിൽ നമുക്ക് വന്നിട്ടുള്ളത് 10x ഒപ്റ്റിക്കൽ സൂം ആണ്. ഈ 10x ഒപ്റ്റിക്കൽ സൂം എന്നുള്ളത് തന്നെ നമുക്ക് ഈ 10x വരെ ഫുൾ സൂം ചെയ്തെടുത്താൽ നമുക്ക് നോർമൽ ഒരു ഫോട്ടോ എടുക്കുന്ന അതേ ക്വാളിറ്റി തന്നെ ഇത്രയും സൂം ചെയ്തെടുത്താൽ നമുക്ക് കിട്ടുന്നതാണ്. നല്ല ലോ ലൈറ്റിലൊക്കെ നമുക്ക് നല്ല ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ പോർട്രേറ്റ് ഫോട്ടോ എടുക്കുന്ന സമയത്തൊക്കെ നല്ല ലൈറ്റ് കുറവുള്ള സമയമാണെങ്കിൽ തന്നെ നമുക്ക് ഹൈ ക്വാളിറ്റി ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റൊക്കെ തന്നിട്ട് നല്ലൊരു ഫോട്ടോ തന്നെ കിട്ടുന്നതാണ്. ഇതുകൂടാതെ നമുക്ക് പോർട്രേറ്റിൽ വേറെ ഒരുപാട് ഓപ്ഷൻ വരുന്നുണ്ട്. ലോ ലൈറ്റിൽ നമുക്ക് പോർട്രേറ്റ് എടുക്കാം. അതുപോലെ തന്നെ പോർട്രേറ്റ് വിത്ത് വിവിഡ് കളറിൽ എടുക്കാൻ സാധിക്കും. പിന്നെ ഇതിൽ ക്യാമറയിൽ നമുക്ക് സൂപ്പർ സൂം വരെ ചെയ്യാനൊക്കെ സാധിക്കും. ഇനി ഇതിൽ എടുക്കാൻ പറ്റുന്ന വീഡിയോ റെസൊല്യൂഷൻ 4K HDRൽ 30 ഫ്രെയിം പെർ സെക്കൻഡും 60 ഫ്രെയിം പെർ സെക്കൻഡും ആണ്. അതുപോലെ തന്നെ 1080ൽ 30 and 60 ഫ്രെയിം പെർ സെക്കൻഡ് വരെയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റുന്ന സ്ലോ മോഷൻ വീഡിയോ എന്ന് പറയുന്നത് 1080ൽ 120 ഫ്രെയിമിലും അതുപോലെ തന്നെ 240 ഫ്രെയിമിലും 960 ഫ്രെയിമിലും നമുക്ക് എടുക്കാൻ സാധിക്കും. ഇതുകൂടാതെ 720pയിൽ നമുക്ക് സ്ലോ മോഷനിൽ എടുക്കാൻ പറ്റുന്നത് 1920 ഫ്രെയിമിലും അതുപോലെ തന്നെ 7680 ഫ്രെയിമിലും നമുക്ക് വീഡിയോസ് എടുക്കാം. ഇത്രയും കൂടുതൽ ഫ്രെയിമും വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല സ്ലോ മോഷനിൽ നമുക്ക് വീഡിയോ എടുക്കാവുന്നതാണ്. കാരണം വീഡിയോ നമ്മൾ മൂവ് ആവുന്നത് തന്നെ അറിയില്ല, അത്രയും സ്ലോ ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് വീഡിയോയിൽ സൂം ചെയ്യാൻ പറ്റുന്നത് 15x വരെയാണ്. ഇതിൽ പിന്നെ വീഡിയോ സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ 15xൽ സൂം ചെയ്താലും നമുക്ക് വീഡിയോയിൽ യാതൊരു ഷേക്കോ ഒന്നും വരില്ല. അതായത് സ്റ്റഡി ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് എടുക്കാം. പിന്നെ ലോങ് ഡിസ്റ്റൻസിലും നമുക്ക് ടെലിഫോട്ടോ വീഡിയോ എടുക്കാം. ഇതൊക്കെ കൂടാതെ തന്നെ ഒരുപാട് ക്യാമറയിൽ വേറെയും ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള ഈ വീഡിയോസും ഫോട്ടോസൊക്കെ Huawei തന്നെ എടുത്തിട്ടുള്ള വീഡിയോസും ഫോട്ടോസിൻ്റെ സാമ്പിൾസൊക്കെ തന്നെയാണിത്. ഈ ഫോൺ വെച്ച് എടുത്തിട്ടുള്ള വീഡിയോസിൻ്റെയും ഫോട്ടോസിൻ്റെയും അതുപോലെ തന്നെ വാട്ടർ ടെസ്റ്റ് ചെയ്തതിൻ്റെയും അതുപോലെ തന്നെ സൗണ്ട് ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ ഒരു വീഡിയോ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കൂടി കാണിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ കൂടി അത് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോൻ്റെ ലെങ്ത്ത് ഒരുപാടായിട്ട് വരും. 15 മിനിറ്റ് 20 മിനിറ്റിൻ്റെ മേലെ വരും. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ കൂടി അത് കാണിക്കാത്തത്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.58 ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ OLED ഹൈ റെസൊല്യൂഷൻ വരുന്ന ഒരു ഡുവൽ പഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. 2640x12000 പിക്സൽസ് ആണ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ വരുന്നത്. 441 ppi ആണ് ഡിസ്പ്ലേ ഡെൻസിറ്റി. 90.89 ആസ്പെക്ട് റേഷ്യോ ആണ് ഡിസ്പ്ലേക്കുള്ളത്. പിന്നെ അൾട്രാ നാരോ ബെസൽസും ആണ് ഉള്ളത്. പിന്നെ ഇത് കൂടാതെ 90 Hz റീഫ്രഷ് റേറ്റും കിട്ടുന്നുണ്ട്. ഇതിൽ പിന്നെ OLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്.
ഡിസ്പ്ലേൻ്റെ 4 കോർണറിലായിട്ടും ഒരു ഓവൽ ഷേപ്പിലാണ് ഡിസ്പ്ലേ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലുക്കാണ് ഡിസ്പ്ലേക്ക് വരുന്നത്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത് ഡുവൽ പഞ്ച് ഹോൾ ക്യാമറയാണ്. 32 മെഗാ പിക്സലിൻ്റെ ഒരു f2.2 അപ്പേച്ചർ വാല്യൂ ഉള്ളൊരു ഓട്ടോ ഫോക്കസ് സെൽഫി ക്യാമറ ആണ് വരുന്നത്. മറ്റൊരു ക്യാമറ വരുന്നത് നമുക്ക് ഡെപ്ത് ഒക്കെ സെൻസ് ചെയ്യാൻ പറ്റുള്ള ഒരു ക്യാമറയാണ്. ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ട് നല്ല അൾട്രാ ഡാർക്ക് നൈറ്റ് മോഡ് ഫോട്ടോസൊക്കെ എടുക്കാൻ സാധിക്കും. എത്ര ഇരുടായുള്ള സമയത്തായാലും നമുക്ക് ഈ ഒരു സെൽഫി ക്യാമറ ഉപയോഗിച്ചിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ബൊക്കെ എഫക്റ്റുള്ള വീഡിയോസും നമുക്ക് ഇതിൽ എടുക്കാവുന്നതാണ്. ഇനി ഫ്രണ്ട് ക്യാമറയിൽ എടുക്കാൻ പറ്റുന്ന വീഡിയോ റെസൊല്യൂഷൻ 4Kയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡും 60 ഫ്രെയിം പെർ സെക്കൻഡിലും നമുക്ക് വീഡിയോ എടുക്കാം. അതുപോലെ തന്നെ 1080ൽ നമുക്ക് 30 ഫ്രെയിം പെർ സെക്കൻഡും 60 ഫ്രെയിം പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഈ രണ്ട് ക്യാമറൻ്റെ ഇടയിലായിട്ട് ഒരു സെൻസർ കൊടുത്തിട്ടുണ്ട്. ഈ സെൻസർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് വന്നിട്ടുള്ള മാറ്റ് 30 പ്രോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്മാർട്ട് ഗെസ്റ്റർ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വന്നിട്ടുള്ളത്. നമ്മൾ ഡിസ്പ്ലേനെ നേരെ കൈ വെച്ചതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് സ്വൈപ്പ് ചെയ്യാനും അതുപോലെ തന്നെ സ്ക്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ക്യാപ്ചർ ചെയ്യാനൊക്കെ നമുക്ക് ഈ സെൻസർ ഉപയോഗിച്ചിട്ട് പറ്റും. അതുകൂടാതെ നമുക്ക് ഈ സെൻസർ ഉപയോഗിച്ചിട്ട് നല്ല ലോ ലൈറ്റ് ആയ സമയത്തൊക്കെ നമുക്ക് ഫേസ് അൺലോക്ക് ചെയ്യാനും സാധിക്കും. ഈ ഫേസ് ലോക്ക് കൂടാതെ ഇതിൽ വരുന്ന വേറൊരു സെക്യൂരിറ്റി സിസ്റ്റമാണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ. ഇനി ഈ ഫോണുകളിലൊക്കെ നമുക്ക് മൾട്ടി സ്ക്രീൻ ഡിവൈസ് കോളോബറേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ഫോണിൻ്റെ അകത്തുനിന്ന് മറ്റേ ഫോണിനകത്തേക്ക് 2 സ്ക്രീനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കാരണം നമുക്ക് ഇതിലും കാണാൻ സാധിക്കും അതേ ഒരു വീഡിയോ ഫോട്ടോസോ അല്ലെങ്കിൽ അതായത് ഒരു ഫയലൊക്കെ നമുക്ക് നമ്മളൊരു ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റിലോ ഒക്കെ നമുക്ക് ഒരേ സമയത്ത് ഒരേ 2 ഡിസ്പ്ലേ ആയിട്ട് കാണാൻ സാധിക്കും. അതിനാണ് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഹുവാവിൻ്റെ തന്നെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഹുവാവിൻ്റെ തന്നെ മൊബൈലോ അല്ലെങ്കിൽ ഹുവാവിൻ്റെ തന്നെ ടാബ്ലറ്റോ ഇതിലൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഇനി ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള EMUI 10.1ഉം അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 10ഉമാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. പിന്നെ എല്ലാ ഹുവാവിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ ഉള്ളതുപോലെ തന്നെ ഒരു ഹൈ പ്രോസസ്സറാണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. ഈ സിലിക്കോൺ കിരൺ 990 5G പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഇതിൽ പിന്നെ ഗൂഗിളിലെ സർവീസ് ലഭിക്കുന്നില്ല. അതിൻ്റെ മുന്നത്തെ മോഡലായ ഹുവാവി മാറ്റ് 30 പ്രോയിലും അതുപോലെ തന്നെ ഹുവാവി നോവ 7iലൊക്കെ ഉള്ളതുപോലെ തന്നെ ഇതിലും ആ സർവീസ് ലഭിക്കുന്നില്ല. അതിന് വേണ്ടിയിട്ട് ഹുവാവിൻ്റെ തന്നെ സർവീസാണ് ഇതിൽ കൊടുക്കുന്നത്. ഇതുകൂടാതെ ഹുവാവിൻ്റെ ആപ്പ് സ്റ്റോറും ലഭിക്കുന്നുണ്ട് ഇതിനകത്ത്. ഇതിൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 8GB റാമും 256GB ഇൻറ്റേർണൽ സ്റ്റോറേജുമാണുള്ളത്. അപ് ടു നമുക്ക് 1TB വരെ ഇതിൽ നാനോ മെമ്മറി കാർഡ് ഇട്ടിട്ട് എക്സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. ഈ P40 സീരീസിലെ എല്ലാ ഫോണുകളിലും നമുക്ക് വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൂഫ് റെസിസ്റ്റൻസ് ആണ് കിട്ടുന്നത്. P40 പ്രോയിലും P40 പ്രോ പ്ലസിലും IP68 വാട്ടർ പ്രൂഫ് റെസിസ്റ്റൻസ് ആണ്. എന്നാൽ ഈ P40യിൽ വരുന്നത് IP53 മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു വാട്ടർ ഡ്രോപ്പൊക്കെ ആണ് P40യിൽ പ്രൊട്ടക്റ്റ് ചെയ്യുള്ളൂ. എന്നാൽ P40 പ്രോയിലും അതുപോലെ തന്നെ P40 പ്രോ പ്ലസിലും നമുക്ക് അണ്ടർ വാട്ടറിൽ വരെ യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൽ 4200 mAh ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ് നൽകിയിട്ടുള്ളത്. 40 വാട്ടിൻ്റെ ഒരു സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വയർലെസ് ആയിട്ട് 27 വാട്ടിൻ്റെ ഒരു സൂപ്പർ ചാർജിങ് സപ്പോർട്ടാണ്. ഇനി P40 പ്രോ പ്ലസിലാണെങ്കിൽ 40 വാട്ടിൻ്റെ ഒരു സൂപ്പർ ഫാസ്റ്റ് വയർലെസ് ചാർജിങ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഫോണിൻ്റെ ഒരു ഹാർഡ്വെയർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ താഴ്ഭാഗത്തായിട്ടാണ് സിം ട്രേ കൊടുത്തിട്ടുള്ളത്. ഈ സിം ട്രേയിൽ നമുക്ക് ഒരേ സമയത്ത് 2 സിം കാർഡും അല്ലെങ്കിൽ ഒരു സിം കാർഡും ഒരു നാനോ മെമ്മറി കാർഡ് ഇട്ടിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ തൊട്ടടുത്തായിട്ട് ഒരു മൈക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൈപ്പ് സി ചാർജിങ് പോർട്ടും. ഈ ടൈപ്പ് സി ചാർജിങ് പോർട്ടിൽ തന്നെയാണ് നമ്മൾ ഇയർഫോൺ കണക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ അടുത്തായിട്ട് ഒരു സ്റ്റീരിയോ സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. ഇനി വലതുഭാഗത്തായിട്ട് ഒരു വോളിയം ആൻഡ് പവർ ബട്ടണാണ് കൊടുത്തിട്ടുള്ളത്. ഇനി മുകളിലാണെങ്കിൽ ഒരു സെക്കൻഡറി മൈക്രോഫോണാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല. ഇതിൽ വരുന്ന കളേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഡീപ്പ് സിയ ബ്ലൂ വരുന്നുണ്ട്, ഐസ് വൈറ്റ് വരുന്നുണ്ട്, സിൽവർ ഫോസ്റ്റ് കളറ് നമ്മുടെ കയ്യിലുള്ള ഈ കളറ്, പിന്നെ ബെഷ് ഗോൾഡ് എന്ന് പറഞ്ഞ കളറും വരുന്നുണ്ട്. ഇതുകൂടാതെ ഇതിലൊരു ബ്ലാക്ക് കളറും വരുന്നുണ്ട്. അങ്ങനെ 5 കളറാണ് ഇതിൽ വരുന്നത്. ഇനി ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ UAE വരുന്നത് 3499 dirhams ആണ്. ഇന്ത്യയിൽ ഇത് ഗൂഗിൾ സർവീസ് ഇല്ലാത്തതുകൊണ്ട് ഇത് ഇറങ്ങുമെന്ന് അറിയില്ല. അപ്പോൾ ഇത്രയാണ് Huawei P30 Pro എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു റിവ്യൂ വീഡിയോ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.